Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോവൽ എങ്ങനെ ടെറസിൽ കൃഷി ചെയ്യാം അല്ലെങ്കിൽ കോവൽ എങ്ങനെ ടെറസിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിലെ കോവലാണ്. ഇത് ടെറസിലാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. ആദ്യം ഇതൊരു ഗ്രോ ബാഗിൽ ഞാൻ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് കായ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഡ്രമ്മിലേക്ക് മാറ്റിയത്. അപ്പോഴാണ് എനിക്ക് ഡ്രമ്മൊക്കെ കിട്ടിയത്. അപ്പോൾ ആ ഡ്രമ്മിലേക്ക് മാറ്റിയ കുറേ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ചേർത്ത വളങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരു കോവൽ നിങ്ങളുടെ വീട്ടിൽ വച്ചു പിടിപ്പിക്കുക. തോരൻ വയ്ക്കാൻ പിന്നെ ഒന്നും മേടിക്കേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല. കോവൽ നടുവാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡ്രമ്മാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കോവൽ ചെടികളുണ്ട്. അപ്പോൾ എനിക്കത് രണ്ടും നടണം. അതിനായിട്ട് ഞാനിതൊരു ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനൊരു ലൈൻ വരച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കട്ടിംഗ് മെഷീൻ വച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡ്രമ്മ് നമ്മൾ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഒരു മുളക് പൊടി കമ്പനിയിലെ ഡ്രമ്മാണ്. ഡ്രമ്മിൻ്റെ അടിവശത്തും സൈഡിലുമായിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നടീലിന് ആവശ്യമായ മിക്സർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കോഴിവളവുമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മണ്ണ് നേരത്തെ തന്നെ കുമ്മായം ഇട്ട് റെഡിയാക്കി വച്ചിരിക്കുന്ന മണ്ണാണ്. അതിലേക്കാണ് നമ്മൾ ഈ വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മണ്ണും ചകിരിച്ചോറും 1:1 എന്ന അളവിലും അതുപോലെ തന്നെ വളങ്ങൾ അതിൻ്റെ പകുതിയും സ്യൂഡോമോണസ് കുറച്ചുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളവും മണ്ണും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി കഴുകി വെച്ച ഡ്രമ്മിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കരിയില ഇട്ട് കൊടുക്കുന്നത് ഈർപ്പം നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടെറസിലേക്ക് 3 ഇഷ്ടിക അടിയിൽ വെച്ചതിന് ശേഷം ആ ഡ്രമ്മ് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സർ ഇതിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നടാൻ ഉദ്ദേശിക്കുന്ന കോവൽ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നേരത്തെ തന്നെ എനിക്ക് കായ്ച്ച് നിൽക്കുന്ന ഒരു കോവലായിരുന്നു. വലിയ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പകുതി വരെ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചാണ് ആ കോവൽ ഞാൻ ഇറക്കി വെച്ച് കൊടുത്തത്.
ഇപ്പോൾ കോവലിൻ്റെ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 2 ഡ്രമ്മിലും ഞാൻ കോവൽ നട്ടിരുന്നു. അതും ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച കോവൽ തന്നെയായിരുന്നു. എന്നിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് ചീരയുടെ അരി വിതറി കൊടുത്തു. അപ്പോൾ ആ ചീര മുളച്ച് ഇങ്ങനെ എനിക്ക് കറിക്ക് പാകമായിട്ട് നിൽക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഒരു കോവലെങ്കിലും നട്ടുപിടിപ്പിക്കുക. ഒരു കോവൽ നട്ടു കഴിഞ്ഞാൽ കേടില്ലാതെ വളരുകയാണെങ്കിൽ ഒരു 3 കൊല്ലമൊക്കെ വരെ നമുക്ക് ഇങ്ങനെ കോവക്ക കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വളമിട്ട് മരുന്നടിച്ച് നോക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.